അലമീൻ, വെരി ഗുഡ് മോർണിംഗ്. മഴയൊക്കെ മാറി ഒന്ന് തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ സർക്കാരും ഗവർണറും തമ്മിൽ ഒന്ന് ഉരസാനുള്ള ഒരു വകുപ്പ് തെളിയുന്നുണ്ടല്ലോ. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എങ്ങനെയാണ് ഗവർണറുടെ ഇപ്പോഴത്തെ പിണക്കം മാറ്റാനുള്ള ആലോചന നടക്കുക? സുജയ, സാധാരണ പതിവ് മന്ത്രിസഭാ യോഗം ചേരുന്നത് ബുധനാഴ്ചകളിലാണ്. മറ്റെന്തെങ്കിലും അസാധാരണ സാഹചര്യം ഉണ്ടെങ്കിലോ മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രി അസൗകര്യമുണ്ടെങ്കിലോ ഒക്കെയാണ് ഈ ബുധനാഴ്ച മാറ്റി മറ്റൊരു ദിവസത്തേക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരാൻ തീരുമാനിച്ചതിനും പ്രത്യേക ഒരു കാരണമുണ്ട്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടാണ് ഈ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിലുള്ള ഓർഡിനൻസ് സർക്കാർ പുറത്തിറക്കിയത്. അത് ഗവർണറുടെ പരിഗണനയ്ക്കായി രാജ്ഭവനിൽ അയക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ മന്ത്രിസഭാ യോഗം ചേരേണ്ടത് ബുധനാഴ്ചയാണ്. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് പക്ഷേ ഗവർണർ ഇതിലേക്ക് ഒപ്പിട്ടേക്കില്ല ഓർഡിനൻസിൽ. അതിന് ഗവർണർക്ക് ഒരു സാവകാശം കൊടുത്തുകൊണ്ടാണ് ഇന്ന് വെള്ളിയാഴ്ച മന്ത്രിസഭാ യോഗം ചേരാൻ സർക്കാർ തീരുമാനിച്ചത്. ഇക്കാലയളവിൽ തിങ്കളാഴ്ച കൊടുക്കുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഗവർണർ ഒരു പക്ഷേ ആ ഓർഡിനൻസ് പരിഗണിച്ചേക്കും, അംഗീകരിച്ചേക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭാ സമ്മേളനത്തിലുള്ള തീയതി തീരുമാനിക്കാനായിരുന്നു സർക്കാർ ആലോചിച്ചിരുന്നത്. പക്ഷേ അവിടെയാണ് സർക്കാരിനെ ഗവർണർ വെട്ടിലാക്കിയിരിക്കുന്നത്. സാങ്കേതിക കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിക്കൊണ്ട് ആ ഓർഡിനൻസ് ഫയൽ പോലും പരിശോധിക്കാതെ മടക്കി അയച്ചിരിക്കുകയാണ്. ഏതായാലും അത് സർക്കാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വന്ന് പിന്നെ ഗവർണർ പരിഗണിച്ച് വരുമ്പോൾ ഏതായാലും അതിനൊരു സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭാ സമ്മേളനത്തിൽ തീയതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഓർഡിനൻസ് നിലനിൽക്കില്ല. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഇന്ന് സാധ്യതയുള്ളത്. ഒന്നുകിൽ സർക്കാർ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനത്തിന് തീയതി തീരുമാനിക്കാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയും ഗവർണർ അനുമതിയും കാത്തൊരു പക്ഷേ ഒരു കാത്തിരിപ്പിന് സർക്കാർ തയ്യാറായേക്കാം. പക്ഷേ അങ്ങനെ ഒരു കാത്തിരിപ്പ് ഒരു പക്ഷേ അനന്തമായി നീണ്ടുപോകാനുള്ള സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കാത്തിരിപ്പിന് സർക്കാർ മുതിരാനും ഇടയില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെയെങ്കിൽ ആ ഓർഡിനൻസ് അവിടെ നിൽക്കട്ടെ, അത് പരിഗണിക്കേണ്ടതില്ല എന്ന നിലയിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭാ സമ്മേളനം ചേരാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. അങ്ങനെ നിയമസഭാ സമ്മേളനത്തിൽ ഒരു പക്ഷേ ഈ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കാനായിരിക്കും സർക്കാർ ആലോചിക്കുക. ഏതായാലും നിർണായകമായുള്ള മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ ഇന്ന് ചേരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇനി ഈ പറഞ്ഞതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർഡിനൻസ് പുറത്തിറക്കുന്നതിന് സർക്കാരിന് അനുവാദം നൽകിയാലും അത് വീണ്ടും പോകേണ്ടത് ഗവർണറുടെ പരിഗണനയ്ക്കാണ്. ഗവർണർ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞതിൽ ഉടക്കിടുമോ എന്നുള്ളതും സർക്കാരിന് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇതേ വിധത്തിൽ ഈ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസ് കൊണ്ടുവന്ന് ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടപ്പോൾ ഗവർണർ ചോദിച്ചൊരു ചോദ്യം, അത് ഓർഡിനൻസായി ഇറക്കേണ്ട എന്ത് പ്രസക്തിയും പ്രാധാന്യമാണ് ഇപ്പോഴുള്ളത്, അത് നിയമസഭാ സമ്മേളനം ചേർന്ന് സഭയിൽ ബില്ലായി കൊണ്ടുവരൂ എന്നൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ തവണ ഇതേ സാഹചര്യം വന്നപ്പോൾ ഗവർണർ നിലപാട് സ്വീകരിച്ചത്. ഇത്തവണയും ഒരുപക്ഷെ സർക്കാരുമായി ഉരസു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നിലപാട് ഗവർണർ സ്വീകരിക്കാനുള്ള സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നിൽക്കാതെ ഒരുപക്ഷെ സഭാ സമ്മേളനത്തിന് തീയതി തീരുമാനിച്ച് അവിടെ ബില്ല് കൊണ്ടുവരാനായിരിക്കും സർക്കാർ തീരുമാനിക്കുക. ജൂൺ 10 മുതൽ സഭാ സമ്മേളനം ചേരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. സുജയ, കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം നമുക്ക് അലമീനിലേക്ക്.